appearance. Okay. Then second one is what? Third one is what? Ergonomics, right? So എർഗണോമിക്സ്, ergonomics നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫങ്ഷൻസ് We അതിനകത്തുള്ള normally care about the appearance, the one and only importance for user friendly. Okay. Use functionalities with user friendly. യൂസർക്ക് എന്തായിരിക്കണം? ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഇരിക്കേണ്ട രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ് എന്ത് പറയാം, ATM മെഷീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ATM മെഷീൻ ഇന്ന് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ടില്ല. ഓക്കെ, ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് റെഫറൻസിൽ പറയുന്നത് ടൂത്ത് ബ്രഷാണ്. ഓക്കെ, ടൂത്ത് ബ്രഷ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി ആണല്ലേ. ഫോർ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അത് ഒരു ലെവലിലാണ് ഉണ്ടാവുക. ബട്ട് ഇപ്പോൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ടൂത്ത് ബ്രഷിന് എന്താണുണ്ട്? ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇതും തന്നെയാണ് നമുക്ക് ഇപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ എന്താണ് അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, മൾട്ടിപ്പിൾ പർപ്പസ് അത് എന്ത് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചോദിക്കും. സപ്പോസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക: യു നീഡ് ടു ഡെവലപ്പ് എ ഡിസൈൻ ഫോർ സംതിങ് ബട്ട് ബേസ്ഡ് ഓൺ ഫസ്റ്റ് വൺ ഈസ് വാട്ട്? ബയോമിമിക്രി. സെക്കൻഡ് വൺ ഈസ് വാട്ട്? എക്കണോമിക്സ്. തേർഡ് വൺ ഈസ് വാട്ട്? Aesthetics. Okay, so in aesthetics we are give full and full importance to the visual appearance. Then ergonomics, it is used to main importance to the user friendly. Okay, we need to study about the product and develop a product based on the user point of view. ഓക്കെ, നമുക്ക് തോന്നുന്ന രീതിയിലല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്, യൂസർ ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം ആ പ്രൊഡക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഫോർത്ത് മോഡ്യൂളിൽ പഠിച്ചത്? ഫസ്റ്റ് ടോപ്പിക് എന്താണ്? പ്രോബ്ലം ബേസ്ഡ് ഡിസൈൻ. സോറി, പ്രോബ്ലം ബേസ്ഡ് ഡിസൈൻ, അഗെയിൻ പ്രൊജക്ട് ബേസ്ഡ് ഡിസൈൻ, റൈറ്റ്? പ്രോബ്ലം ബേസ്ഡ് 4 ടോപ്പിക്സേ ഉള്ളൂ. Problem based learning, again project based learning, right? Project based learning means what? We have some problem, then we need to develop a product for that problem. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിലെ ആൻസർ എന്ന് പറയുന്നത് പ്രോബ്ലം. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗിൽ എന്താണ്? വി നീഡ് ടു ഡെവലപ്പ് എ പ്രൊഡക്റ്റ് ഫോർ ദാറ്റ്. ഓക്കെ, പ്രോബ്ലം ബേസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വി ആൾസോ ഹാവ് സം പ്രോബ്ലം, ബട്ട് ഹിയർ വി നീഡ് ടു സെലക്ട് എ എക്സാക്ട് ആൻസർ. ഓക്കെ, ഡിഫൈൻ ആൻസർ ഫോർ ദാറ്റ് പ്രോബ്ലം. ഓക്കെ, ആ പ്രോബ്ലത്തിന് കുറേ ആൻസേഴ്സ് ഉണ്ടാവും, ബട്ട് വി നീഡ് ടു സെലക്ട് എ പ്രോപ്പർ ആൻസർ ഫോർ ദാറ്റ് പ്രോബ്ലം. ഇറ്റ്സ് ക്ലിയർ? സെക്കൻഡ് വൺ ഈസ് വാട്ട്? Modular design. What is meant by modular design? What is meant by modular design? എന്താ മോഡുലാർ ഡിസൈൻ വെച്ചാൽ? പറഞ്ഞോ, ഒരു സിംഗിൾ ലൈൻ അല്ലേ. വാട്ട് ഇസ് മീൻ ബൈ മോഡുലാർ ഡിസൈൻ? അഭിനവ്, ഓരോ സബായിട്ട് എങ്ങനെ ഡിവൈഡ് okay, ചെയ്യുന്നു? good. Okay, they have a one big module. Big module means we have a some one big problem. Okay, then we need to divide a sub modules for that big problem. ഓക്കെ, നിങ്ങളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതൊരു ബിഗ് പ്രൊഡക്റ്റാണ്. ഓക്കെ, ഈ മോഡുലാർ ഡിസൈൻ കോൺസെപ്റ്റ് വൈസ് എന്ത് ചെയ്യണം? ആ ബിഗ് മോഡ്യൂളെ നമ്മൾ എന്ത് ചെയ്യും? സബ് മോഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സബ് മോഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ ആൾക്കാരാണ് ഒவ்வொரு സബ് മോഡ്യൂൾസ് അതെന്ത് ചെയ്യും? അവർ ഡിസൈൻ ചെയ്യും. ഓക്കെ, ഫൈനലി എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ എല്ലാ സബ് മോഡ്യൂളും ഫിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക? ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാൽക്കുലേറ്റർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, കാൽക്കുലേറ്റർ ആണെങ്കിൽ എന്താണ്? സപ്പോസ് അഭിനവ് എന്ത് ചെയ്യും? അതിൻ്റെ യൂസർ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഫ്രണ്ട് പേജ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ, ഇതിലെ കാൽക്കുലേറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റർ ഒന്നല്ലേ. സോ കാൽക്കുലേറ്റർ ഇതെന്താണ്? ദിസ് ഇസ് ദ യൂസർ ഇൻട്രാക്ഷൻ ഡിവൈസ് ആണ്. ഓക്കെ, UI എന്നാണ് പറയുക. ഓക്കെ, UI എന്ന് പറയുമ്പോൾ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ഇൻ്റർഫേസ് ആണ് ആക്ച്വലി. ഓക്കെ, യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന പ്ലേസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതും എന്ത് ചെയ്യണം? ഇത് വൺ മോഡ്യൂളാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ഈവൻറ്റ് വെച്ചിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഒരാൾ ഡെവലപ്പ് ചെയ്തതാണ്. എഗെയിൻ 7 പ്ലസ് ചെയ്യുമ്പോൾ 7 പറഞ്ഞത് എന്താണ്? അതൊരു ഈവൻ്റ് ആണ്. അതിൻ്റെ ബാക്ക് എൻഡ് കോഡിംഗ് ആണ് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ടാവും? ആ കോഡിങ് എന്താണ് എഴുതിയിട്ടുണ്ടാവുക? വേറെ ഒരാളാണ് എഴുതിയിട്ടുണ്ടാവുക.
മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, അഡിഷൻ്റെ കോഡിങ് ഒരാൾ എഴുതിയിട്ട് അഡിഷൻ ഒരു മോഡ്യൂളാണ്, സബ്ട്രാക്ഷൻ ഒരു മോഡ്യൂളാണ്, മൾട്ടിപ്ലിക്കേഷൻ ഒരു മോഡ്യൂളാണ്, ഡിവിഷൻ ഒരു മോഡ്യൂളാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, മോഡ്യൂൾ വൈസ് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യും. ഫൈനലി വി ആർ അസംബ്ലിങ് ദാറ്റ് ആർ സബ് മോഡ്യൂൾസ്. ക്ലിയർ ആണോ? വാട്ട് ഈസ് മീൻ ബൈ മോഡുലാർ? What ഒരു is meant by മൊഡ്യൂളിന് modular design? Sorry, modular ഒരു design മൊഡ്യൂൾ is a design practice that subdivides a system into a smaller parts called modules. Okay, smaller system subdivides a system into a smaller parts called modules. Okay, which can be independently created, modified, or replaced, or exchanged between different systems. Okay, then നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കാണ് ബയോമിമിക്രി, എസ്തെറ്റിക്സ്, എർഗണോമിക്സ് ഇൻ ഡിസൈൻ. ഓക്കെ, ഇതിലും പഠിക്കാൻ ഒന്നുമില്ല, എല്ലാം സിമ്പിൾ ടോപ്പിക്സ് ആണ്, നിങ്ങൾ ഓണായിട്ട് എഴുതേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, ബയോമിമിക്രി എന്ന് പറയുമ്പോൾ വി ഹാവ് സം പ്രോബ്ലം. ഓക്കെ, ദെൻ വി നീഡ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം വിത്ത് ദ ഹെൽപ്പ് ഓഫ് നേച്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, നേച്ചറിലുണ്ട് കിട്ടി. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, എന്ത് പറയാം, എയർക്രാഫ്റ്റ് പറയാം അല്ലേ. എയർക്രാഫ്റ്റ് എന്താണ്, എയർക്രാഫ്റ്റ് വി നീഡ് ടു ഫ്ലൈ. ഓക്കെ, അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ഡിസൈൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ആ കോൺസെപ്റ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടി, ബാറ്റ്സ്റ്റാണ് കിട്ടിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, നമ്മൾ അസെറ്റിക്സ്. അസെറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വി ഗിവ് ഫുൾ ആൻഡ് ഫുൾ ഇമ്പോർട്ടൻസ് ഫോർ ദ അപ്പിയറൻസ്. Okay, we are not bothered about the functional events or anything, but give a full concept, give importance to the appearance of that product. Okay, so it is concerned with how things look. This can be influenced by an object appearance and its step. Okay, then final one is economics. So economics is it is mainly used for user friendly. We are developing a user friendly products. Okay, ergonomics are human factor as a scientific discipline concerned with the understanding interaction among humans. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹ്യൂമനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അവർ യൂസർ ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം. അപ്പിയറൻസിന് നമ്മൾ ഫുൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, നമ്മൾ എന്തിനു മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, യൂസർ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, then today topic is value engineering. ഓക്കെ, വാല്യൂ എഞ്ചിനീയറിംഗ് ടോപ്പിക്കൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ ടോപ്പിക്ക് പോലെ ഉണ്ടാവും, പക്ഷേ സിമ്പിൾ കോൺസെപ്റ്റ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് റഫായിട്ട് പറയുന്നത് വെച്ചാൽ വി ആർ പ്ലാനിങ് ടു ഡിസൈൻ, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് എന്ത് ചെയ്തു, ഒരു 10,000 നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ 10,000 പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് എന്താണ്, ഓക്കെ, അത് ഒരു ടു മച്ച് കോസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, കുറേ ആൾക്കാരുടെ കൂടി ഡിസ്കസ് ചെയ്ത് അതിൻ്റെ എമൗണ്ടിനെ എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, 5,000 ആയിട്ട് എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്യും. 5,000 ആയിട്ട് റെഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ എതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിൻ്റെ ഫങ്ഷനാലിറ്റീസിന് ഉള്ള ഒരു ചേഞ്ചസും ചെയ്യാൻ പാടില്ല. മനസ്സിലായ, റേറ്റ് കുറയ്ക്കാം കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് എന്താ ചെയ്യാൻ പാടില്ല, ചേഞ്ച് ആവാൻ പാടില്ല. ബട്ട് നിങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് എന്ത് ചെയ്യാം, മെറ്റീരിയൽസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എമൗണ്ട് കുറയ്ക്കേണ്ടത്. ഇറ്റ് ക്ലിയർ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വാട്ടർ ബോട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ഇതെന്തായിരുന്നു, ഒരു 50 rupees ആയിരുന്നു. ഓക്കെ, അപ്പോൾ 100 rupees വെച്ചോ. അപ്പോൾ 100 rupees നിങ്ങൾ സ്റ്റീലിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് എന്താണ്, നമുക്ക് പ്രോബ്ലമാണ്, ആ ബഡ്ജറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മെറ്റീരിയൽ റെഡ്യൂസ് ചെയ്യാം. എന്താണ്, പ്ലാസ്റ്റിക്കിൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ ഫങ്ഷനാലിറ്റീസ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കോംപ്രമൈസ് ചെയ്യരുത്. ബട്ട് ഇതിൽ കോംപ്രമൈസ് ചെയ്യാം, അതിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എമൗണ്ടിനെ റെഡ്യൂസ് ചെയ്യേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? So definition നോക്ക്. Value engineering is a systematic organized approach to providing a necessary function in a project at a low cost. What is the main aim of value engineering? We need to develop a project at the low cost. Value engineering is a systematic
organized approach to providing necessary function in a project at the low cost. Okay, value engineering promotes the substitution of materials. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നമ്മൾ ഫങ്ഷണൽസിൽ എന്താണ് ചെയ്യൂല, we don't need any modification at functions. Okay, but we are doing some changes of materials. എന്താണോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ആ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ചസ് ചെയ്യും. അങ്ങനെ ചേഞ്ചസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ടിനെ റെഡ്യൂസ് ചെയ്യും. Okay, value engineering promotes the substitution of materials and methods with less expensive alternatives. Okay, ഇതെന്താ ചെയ്യുക, substitution of materials and methods with less expensive alternatives but without sacrificing functionality. ഓക്കെ, ഈ ലൈൻ ക്ലിയർ ആണ്, സോറി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇതിൽ, വാല്യൂ എഞ്ചിനീയറിംഗ് പ്രൊമോട്ട്സ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വാട്ടർ ബോട്ടിലിൻ്റെ കേസിൽ പറഞ്ഞല്ലേ, നമ്മൾ ഫസ്റ്റ് എന്താണ് സ്റ്റീലാണ് ഡെവലപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽ എന്താ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, സ്റ്റീലാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, സോ അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്തു, പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എമൗണ്ട് റെഡ്യൂസ് ആയി കിട്ടും. ബട്ട് നിങ്ങൾ ഇതിലേക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഫങ്ഷണാലിറ്റീസിനെ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണോ? വാല്യൂ എഞ്ചിനീയറിംഗ് പ്രൊമോട്ട്സ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് വിത്ത് ലെസ് എക്സ്പെൻസീവ് ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, then it is focused so solely on the functions of various components and materials rather than physical attributes. Value engineering is also called value analysis. Solely means only. Okay, solely means only. Okay, so we are only focused on functions of various components. Okay, we are only focused on functions of various components and materials. ഓക്കെ, നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യൂല, ബോധറാവില്ല. ഓക്കെ, അപ്പോൾ വാല്യൂ അനാലിസിസിൽ നമ്മൾ എമൗണ്ട് റെഡ്യൂസ് ചെയ്യണം. എമൗണ്ട് റെഡ്യൂസ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഓൺലി ഫോക്കസിങ് എന്താണ്, നമ്മൾ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കെയർ ചെയ്യാനേ പാടില്ല. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസും എന്ത് ചെയ്യാൻ പാടില്ല, കുറയാനേ പാടില്ല. ഓക്കെ, അതർവൈസ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ alternatives ways for materials and methods. Okay, so this is a block diagram for value engineering. That is, first നിങ്ങളൊരു വാല്യൂ ഫിക്സ് ചെയ്തു, വാല്യൂ ഡിസ്കവറി, ദെൻ ആഫ്റ്റർ ദാറ്റ് വാല്യൂ റിയലൈസേഷൻ. ഓക്കെ, വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്തു, ആഫ്റ്റർ ദാറ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് അവർ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ദിസ് മച്ച് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്ത്, വാല്യൂ ഓപ്റ്റിമൈസേഷൻ ചെയ്തു. ഓക്കെ, എഗെയിൻ നമ്മൾ ഇതാണ് നമ്മുടെ ന്യൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, എഗെയിൻ ഡിസ്കവർ ചെയ്തു. ക്ലിയർ ആണോ? സോ ഹിയർ 3 stages are, one is value discovery, that is the initial amount, starting amount of the project. Again, value realization. So in this case we are realize we can't afford this type of this much money. So after that we are optimization of our budget. Okay, clear ആണോ value engineering? Yes ആണോ, no ആണോ? sir, value engineering. So, value engineering is the review of new or existing product during the design phase to reduce the cost and increase the functionality to increase the value of the product. Okay, where we are using this value engineering, we can use new product or existing product. Okay, അവിടെ നമ്മൾ എന്ത് ചെയ്യും, during the design phase we are using to reduce the cost and increase the functionality. Okay, to increase the value of the product. Okay, നമ്മൾ രണ്ട് സ്ഥലങ്ങളിലാണ് യൂസ് ചെയ്യുക, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും ആ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് മീൻസ് വി നീഡ് ടു ഡു സം അനാലിസിസ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, ഓൾറെഡി ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ വി ഫീൽ ദ എമൗണ്ട് ഈസ് ഹ്യൂജ്. സോ നമ്മൾ എന്ത് ചെയ്യുക, അനാലിസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വി നീഡ് ടു reduce the cost of that product. Okay, is it clear? Value engineering is the review of new or existing products during the design phase to reduce the cost and increase the functionality to increase the value of the product. Okay, so ഈ വാല്യൂ എഞ്ചിനീയറിങ്ങിന് ഇന്നൊരു നെയിം ഉണ്ട്. അതെന്ത് നെയിം എന്ന് വെച്ചാൽ വാല്യൂ എഞ്ചിനീയറിംഗ് ഇസ്
Value engineering have another name. That name is cost cutting. കാസ്റ്റ് കട്ടിങ്. കാസ്റ്റ് കട്ടിങ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. കട്ട് എന്ന് പറയുമ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്? എമൗണ്ട് റെഡ്യൂസ് ആണ് ചെയ്യുന്നത് അല്ലേ. സോ വാല്യൂ എഞ്ചിനീയറിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോസ്റ്റ് കട്ടിങ്. ഓക്കെ, സപ്പോസ് എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുക, വാട്ട് ഈസ് മീൻ ബൈ കോസ്റ്റ് കട്ടിംഗ് എന്നാണ് ചോദിക്കുക. അപ്പോൾ എന്താണ് കോസ്റ്റ് കട്ടിംഗ് ഈസ് നെയിം is same as a value engineering. Okay. The value of an item is defined as most cost effective way of producing item without taking away from its purpose. Okay. So here value engineering means we are going to producing a new item without taking away from its purpose. നമ്മൾ എന്താണോ പർപ്പസ് ഉദ്ദേശിച്ചത് ആ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എയിം ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? എമൗണ്ടിനെ കുറച്ചിട്ടാണ് ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാമോ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂ എഞ്ചിനീയറിംഗ് ഹെൽപ്പ് ആണ്. ക്ലിയർ ആണോ? സോ വാല്യൂ എഞ്ചിനീയറിംഗ് ഓഫ് an item is defined as the most cost effective way of producing an item without taking away from its purpose. Okay. Therefore, reducing cost at the expense of quality is simply a cost cutting strategy. ഓക്കെ, സപ്പോസ് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക? എമൗണ്ട് കുറയ്ക്കുമ്പോൾ അത് ഏതും അഫക്റ്റ് ആവാൻ പോസിബിലിറ്റീസ് ഉണ്ട്. സംടൈംസ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൾസോ പ്രൊഡക്റ്റും എന്താവും? ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റിലാണ് നമ്മൾ സപ്പോസ് ഇപ്പോൾ എന്താണ് 100 റുപ്പീസ്. ഇപ്പോൾ എല്ലാവരും എന്തിനാണ് മാക് ഫോൺ പ്രിഫർ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് മാക് ഫോൺ പ്രിഫർ ചെയ്യുന്നത്? സോറി, മാക് ഫോൺ, ഐഫോൺ എന്തിനാണ് യൂസ് ഇത് ചെയ്യണം, റെഫർ ചെയ്യണം നിങ്ങൾ എല്ലാവരും? ഐഫോൺ കോസ്റ്റ്ലി അല്ലേ? പെർഫോമൻസ് നല്ലതാ. സെയിം ഇതിലുള്ളത് തന്നെ നമുക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റും? ഇപ്പോൾ ഐഫോൺ 1 ലാഖിൽ കിട്ടുന്ന സാധനം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സിയോമി യൂസ് ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ, സിയോമി യൂസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഒരു 10,000 to 15,000 നമുക്ക് തന്നെ വാങ്ങിക്കാം. അവർ 1 ലാഖിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ് നമുക്ക് എത്രയിൽ കിട്ടും? 15,000 ഫോണിൽ കിട്ടാം അല്ലേ? അപ്പോൾ ഇവർ 15,000 എന്തുകൊണ്ടാണ് ഇവർ ഡെവലപ്പ് ചെയ്തത്? ഇവർ കുറേ ക്വാളിറ്റി എന്ത് ചെയ്ത് സാക്രിഫൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ദി പ്രൊഡക്റ്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് എന്ത് യൂസ് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുക? വാല്യൂ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ റേറ്റിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്? എമൗണ്ട് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് നമ്മൾ എന്താവരുത്? ബോധറാവും. നമ്മളുടെ മെയിൻ എയിം എന്തായിരിക്കണം? ടു റെഡ്യൂസ് ദ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്തത്? ദേ ആർ പ്ലാനിങ് ടു ഡെവലപ്പ് എ വൺ പ്രൊഡക്റ്റ് ഫോർ 2 years. ഓക്കെ, ഒരു 2 years ആയിട്ട് കൂടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ 2 years എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് കോസ്റ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 year ഡെവലപ്പിംഗ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? മെറ്റീരിയലിൻ്റെ റേറ്റിനെയാണ് അവർ എന്ത് ചെയ്യുക? എതിനെയാണ് അവർ കുറയ്ക്കുക? മെറ്റീരിയലിൻ്റെ എമൗണ്ടാണ് കുറയ്ക്കുക. ഓക്കെ, എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2 years ആയിട്ട് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ആ പ്രൊഡക്റ്റ് തന്നെ വേണം. ഓക്കെ, അപ്പം അവരെന്ത് ചെയ്യാൻ പറ്റില്ല? അതിലുള്ള മെറ്റീരിയൽ നമ്മൾ എന്താണോ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മെറ്റീരിയലിലാണ് അവരെന്ത് ചെയ്യുക? എമൗണ്ട് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ എഴുതുമ്പോൾ ഈ എക്സാമ്പിൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ ന്യൂ ടെക് പ്രൊഡക്റ്റ് ഈസ് ബീയിങ് ഡിസൈൻഡ് ആൻഡ് ഈസ് സെലക്റ്റഡ് ടു ഹാവ് എ ലൈഫ് സൈക്കിൾ ഓഫ് ഓൺലി 2 years. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, സെലക്റ്റഡ് എന്ന് പറയുമ്പോൾ എനിയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാണ്. പക്ഷേ അതിൻ്റെ ഡെവലപ്പിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എത്ര സമയം എടുക്കും? നിയർലി വി ഹാവ് 2 years. Okay, so the product will be designed with the least expensive materials and resources that will serve up in the end product of life cycle. അപ്പോൾ അങ്ങനെ 2 years എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്ലാൻ ചെയ്യണം. എന്താണ് ലെസ് എക്സ്പെൻസീവ്? എന്താണ് എക്സ്പെൻസീവ് ഇല്ലാത്ത മെറ്റീരിയൽസ് വെച്ച് വേണം ആ പ്രൊഡക്റ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിലെന്തെങ്കിലും നമുക്ക് സേവിങ്സ് എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിലെന്തെങ്കിലും അത് നമുക്കൊരു പ്രോഫിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതർവൈസ് നമുക്ക് എന്തായി പോകാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും? ലോസ് ആവാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ദെൻ സപ്പോസ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ റീച്ചായി സക്സസ് ആയി, അതിൻ്റെ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യും ക്വാളിറ്റി. ഓക്കെ,
വാല്യൂ എഞ്ചിനീയറിംഗ് ഷോർട്ടായിട്ട് ചോദിച്ചാൽ എഴുതാൻ അറിയോ? വാട്ട് ഈസ് മീൻ ബൈ വാല്യൂ എഞ്ചിനീയറിംഗ്? വാല്യൂ എഞ്ചിനീയറിംഗ് ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഫങ്ഷനാലിറ്റിയിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യുന്നുണ്ടോ എമൗണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫങ്ഷനാലിറ്റീസിൽ എന്തെങ്കിലും എമൗണ്ടിനെ ഇല്ല. ഇല്ല. എന്തിൽ മെറ്റീരിയൽ. മാത്രമാണ് നമ്മൾ മെറ്റീരിയൽസിൽ മെത്തേഡ്സിൽ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ so this is the value engineering. Then another one is concurrent engineering. Okay. Concurrent engineering എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് മീൻ ബൈ കൺകറന്റ് പ്രോസസ്? കൺകറന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് പണി അറ്റ് എ ടൈമിൽ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക? കൺകറന്റ് എന്ന് പറയുന്നത്. സൈമൾട്ടേനിയസ് വി ആർ ഡൂയിങ് ടു പ്രോസസ് അറ്റ് സെയിം ടൈം. സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയും? കൺകറന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് concurrent engineering is a method of designing and developing engineering products, okay, in which different departments work on different stages of engineering product development simultaneously. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിസൈനിങ്ങിൽ നിങ്ങളൊരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്ത് ഒരു ഡിസൈൻ ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് നിങ്ങൾ എന്തായിരിക്കും ഡെവലപ്മെൻറ്റ് ടീമിലാണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയ? നിങ്ങൾ എന്താണ് ഡെവലപ്മെൻറ്റ് ടീമിലാണ് ഉണ്ടാവുക. ഓക്കെ, സെയിം ടൈം നിങ്ങൾ എതിലും വർക്ക് ചെയ്യും? മാർക്കറ്റിംഗ് ടീമിലും വർക്ക് ചെയ്യും. മനസ്സിലായോ? നിങ്ങൾ ഡെവലപ്പ് ടീമിലാണ് ഉണ്ടാവുക. കൺകറന്റ് എഞ്ചിനീയറിംഗ് മീൻസ് വി ആർ ഗോയിങ് ടു ഡിസൈൻ ഓർ ഡെവലപ്പ് വൺ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ്. ബട്ട് ദാറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും? സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക? കൺകറന്റ് എഞ്ചിനീയറിംഗ്. ക്ലിയർ ആയ? ഇവിടെ ആണെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് സൈക്കിളാണ്. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദേ ഹാവ് മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ്. മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈസ് ദെയർ, ഓപ്പറേഷണൽ ആൻഡ് സപ്പോർട്ട് ഈസ് ദെയർ, പ്രൊഡക്റ്റ് ഡിസൈൻ ഈസ് ദെയർ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഈസ് ദെയർ, സോ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ്, ഫിനാൻസ് ആൻഡ് ലീഗൽ. ഓക്കെ, ഇങ്ങനെ ഇത്ര ടീംസുണ്ട്, ഇത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇവർ രണ്ടാൾക്കാർ എന്ത് ചെയ്യും? ഈ മാനേജ്മെൻറ്റ് ആൾക്കാർ സെയിൽസ് മാനേജ്മെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യും? സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇവർ മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും, മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർ എവിടെയും ഹെൽപ്പ് ചെയ്യും? സെയിൽസിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സെയിം ടൈം പ്രൊഡക്റ്റ് ഡിസൈനിലുള്ള ആൾക്കാർ ഫിനാൻസിന് ഹെൽപ്പ് ചെയ്യും, ഫിനാൻസിലുള്ള ആൾക്കാർ എവിടെയും ഹെൽപ്പ് ചെയ്യും? പ്രൊഡക്റ്റിനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ അവർ മൾട്ടിപ്പിൾ പക്ഷേ ഇത് എന്താണ്? സെപ്പറേറ്റ് വേറെ വേറെ ടൈമിലല്ല, സെയിം ടൈമിലാണ് സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കൺകറന്റ് എഞ്ചിനീയറിംഗ്. Clear on concurrent engineering is a method of designing and developing engineering products. It's a method for concurrent engineering is a method of design. We are using concurrent engineering. We are using both design and developing engineering products. Okay, in which different departments work on different stages. Okay, different departments എന്ന് പറയുമ്പോൾ അവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്ക്സ് ഓൺ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സൈമിൾട്ടേനിയസ്ലി. സെയിം ടൈം വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഇപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പനിയിൽ ജോയിൻ ചെയ്യുക, അല്ലേ? നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലേ? സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടാണ് കമ്പനിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സം ടൈം നിങ്ങൾക്ക് എന്താണ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോജക്റ്റിനെ ക്ലയൻറ്റിൻ്റെ അടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, ആ ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ആവുക? മാർക്കറ്റിംഗ് ആയിട്ടാണ് വർക്ക് ആവുക. മനസ്സിലായോ? അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും? അറ്റ് എ ടൈമിൽ കോഡറായിട്ടും വർക്ക് ചെയ്യും, മാർക്കറ്ററായിട്ടും വർക്ക് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക? കൺകറന്റ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇല്ല ഞാൻ കോഡറാണ്, ഞാൻ കോഡിങ് പണി മാത്രമാണ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരില്ല? കൺകറന്റിൽ വരില്ല. മനസ്സിലായോ? മനസ്സിലായോ? So, then if managed well, it helps to. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കുറേ വർക്ക് എന്ത് ചെയ്യും? ടൈം കുറേ റെഡ്യൂസ് ആവും, അല്ലേ? സോ ഇഫ് മാനേജ്ഡ് വെൽ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്റ്റ്, then development and marketing considerably, reducing the time and contributing to the reduction of overall development cost while improving the final product quality. Okay. For best example നമ്മൾ പറയാം, കോഡിങ് തന്നെ പറയാം. നിങ്ങളാണ് ഒരു സോഫ്റ്റ്വെയർ എഴുതുന്നത്, കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവും? യു ഹാവ് എ ക്ലിയർ നോളജ് അബൌട്ട് ദാറ്റ്, റൈറ്റ്? സോ നിങ്ങളാണ് ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് അതിന് കോഡിങ് എഴുതുന്നത്.
ഓക്കെ. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കൺസ്യൂമറെ എന്ത് ചെയ്യണം? കാണാൻ പോകണം. ഓക്കെ. ഒരു പ്രൊജക്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും പോയി പ്രസൻറ്റ് ചെയ്താലല്ലേ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ആവുക. ഓക്കെ. അപ്പം ഒരു മാർക്കറ്റിംഗ് ടീം പോകണമെന്ന് വിചാരിക്കുക, സെയിം ടൈം ഒരു കോഡിങ്ങിലുള്ള ആൾ തന്നെ കൂടെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്ത് ഇതാണ് ഉണ്ടാവുക? എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക? നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തുണ്ടാവും? ഒരു ക്ലിയർ നോളേജ് ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾക്ക് ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കാനും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനാണോ പറ്റുക, നിങ്ങൾക്കാണോ പറ്റുക? നമുക്ക് നമുക്കാണ് പറ്റുക. അപ്പോൾ ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ അയാൾ 1 അവർ ഇരുന്ന് പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യും? 30 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞ് പറഞ്ഞു മനസ്സിലാക്കി. കൊടുക്കും. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടും? Reduce the time. If managed well, it helps to increase the efficiency of product development and marketing. Okay. Considerably reducing the time and contribute the reduction of overall development cost while improving the final product quality. ഓക്കെ. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ 2 സ്ഥലത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹിഡൻ മീനിങ് എന്താണ്? നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിലാണ് പോകുന്നത് വിചാരിക്കുക, സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്യുക, അവിടെ മാർക്കറ്റിംഗ് ടീം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മാർക്കറ്റിംഗ് ടീം ഉണ്ടാവില്ല. അപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ സെയിൽ ചെയ്യുമ്പോൾ അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ മണി എന്തെങ്കിലും സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയി വെക്കണം, അവർക്ക് എന്ത് ചെയ്യണം? എക്സ്ട്രാ പേ ചെയ്യണം അല്ലേ? അതൊക്കെ നമുക്ക് എവിടെ ഒഴിവായി കിട്ടും? കൺകറൻറ്റിൽ ഒഴിവായി കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. Then ഇതൊരു എക്സാമ്പിൾ ഡയഗ്രമാണ്. ദിസ് ഇസ് ദ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഓഫ് പ്രൊഡക്റ്റ്. വൺ ഈസ് മാനേജ്മെൻറ്റ്, ദെൻ അനദർ വൺ ഈസ് ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട്, ദെൻ പ്രൊഡക്റ്റ് ഡിസൈൻ, ദെൻ സെയിൽസ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചർ, ദെൻ ഫിനാൻസ് ആൻഡ് ലീഗൽ. മാനേജ്മെൻറ്റ് ഈസ് വർക്കിംഗ് വിത്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് ലീഗൽ വർക്കിംഗ് വിത്ത് ഓപ്പറേഷൻ support, product design is working with the finance and legal, then production and manufacture is working with both operation support and product design. Okay. Then the elements of concurrent engineering. The concurrent engineering presents an environment which encourages and improves the interaction of different disciplines and departments. Okay. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, ഒരു 6 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണല്ലേ? 6 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 6 ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഒരു 6 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ കൺകറൻറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിലുള്ള എംപ്ലോയീസിന് സെയിൽസിൻ്റെ കൂടെ ആളിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. മാനേജ്മെൻറ്റിലുള്ള ആൾ എന്ത് ഹെൽപ്പ് ചെയ്യും? സെയിൽസിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവരിൻ്റെ അകത്തുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? എംപ്ലോയീസിൻ്റെ അകത്തുള്ള ഒരു ഇൻട്രാക്ഷൻ കൂടും. ഇൻട്രാക്ഷൻ കൂടുന്നതുകൊണ്ട് എന്താവാനാണ്? ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇമ്പ്രൂവ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. Okay. Concurrent engineering presents an environment encourage and improve the interaction of different disciplines. Okay. Different disciplines and departments. Okay. നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു സിംഗിൾ പ്രൊജക്റ്റ് ആണ്. സോ ദേ ഹാവ് 6 ഡിഫറെൻറ്റ് പീപ്പിൾസ് ആർ വർക്കിംഗ് ദ പ്രൊജക്ട്. സോ ഈ 6 ഡിഫറെൻറ്റ് പീപ്പിൾസ് എന്ത് ചെയ്യുകയാണ്? അവർ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതുകൊണ്ട് നമുക്ക് കുറേ ബെനിഫിറ്റ് കിട്ടും. അതിലുള്ള മെയിൻ ബെനിഫിറ്റാണ് എന്ത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഡിംഗ് സെക്ഷനിലുള്ള ആളാണെന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഡിസൈൻ ആളാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് മാനുഫാക്ചറിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എംപ്ലോയി ആണ്, ഇവിടുത്തെ ഒരു എംപ്ലോയി ആണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അവരുടെ അകത്തുള്ളവർ എന്ത് ചെയ്യും? അവരുടെ റിലേഷൻഷിപ്പിൽ ആൾസോ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ആകും. അല്ലെങ്കിൽ എന്താണ്? ആ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുക? ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻകറേജ് ചെയ്യും. Okay. Concurrent engineering presents an environment which encourage and improve the interaction of different disciplines and departments towards a single goal of satisfying an engineering product and requirements. Okay. So the 3 elements in the elements of concurrent engineering using 3 elements. One is people, another one is process, another one is ടെക്നോളജി. ഓക്കെ. സോ നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, സോ നിങ്ങൾ ഫിക്സ് ചെയ്ത് കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പീപ്പിൾസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? പീപ്പിൾസ് മീൻസ് എന്താണ്? പണിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് സെലക്ട് ചെയ്യണ്ടേ? എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഇപ്പോൾ 2 ഇതിനെ പറ്റിയിട്ടും അറിവുള്ള ആൾക്കാർ, വെൽ നോളേജ് പേഴ്സണെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ. എന്തുകൊണ്ടാണ്? മറ്റാൾക്കാരാണെങ്കിൽ ഒരു ജോബാണ് ചെയ്യുക, ഇയാൾ എന്ത് ചെയ്യണം?
രണ്ട് ജോബ് ചെയ്യണം. അപ്പോൾ അതിനായിരിക്കുമ്പോൾ പീപ്പിളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, വെൽ നോളേജ് പേഴ്സണെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, people, process, and technology were crucial to any organization and essential in implementing concurrent engineering to achieve shorter development time, lower cost, improve the product and quality, and to fulfill customer needs. ഓക്കെ, സോ ഫസ്റ്റ് പീപ്പിളിൻ്റെ നോക്കാം. പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾറെഡി പറഞ്ഞ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അയാൾ എന്താണ്, മൾട്ടി ഡിസിപ്ലിനറി ടീമിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. Okay, so concurrent product development is a multidisciplinary team task, and it's necessary that companies utilize the right skilled person. Okay, right skilled personnel നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യുന്നത് at the right time to accelerate product development. It is also necessary to find people with the right skills and experience along with the following key aspects. Okay, so suppose നമ്മൾ എന്ത് ചെയ്ത് ഇവരുടെ പ്രൊഡക്റ്റ് ഡിസൈനിൽ ഒരു 3 എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, സോ അഭിനവാണ് ടീം ലീഡർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അവർ പറയുന്നുണ്ട് കൺകറൻറ്റ് ചെയ്യണം, നിങ്ങൾ പ്രൊഡക്റ്റ് മാനുഫാക്ചറിൻ്റെ കൂടി എന്ത് ചെയ്തോ, നിങ്ങൾ മെർജ് ആയിക്കോന്ന് പറയുന്നുണ്ട്, സൈമൾട്ടേനിയസ് ആ വർക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എംപ്ലോയീസ് സെലക്ട് ചെയ്യുമ്പോൾ ആ എംപ്ലോയിന് എന്താ ഉണ്ടാവണം, പ്രൊഡക്റ്റ് മാനുഫാക്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ നോളേജ് ഉള്ള പേഴ്സണെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യുന്നത്. അതർവൈസ് കൺകറൻറ്റ് വർക്ക് ചെയ്തിട്ട് നിങ്ങളുണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവും. Okay, so we need to select right skilled personnel at the right time. Again, it is also necessary to find people with the right skills and experience along with the following key aspects. Okay, and the key aspects are the person should be work with teamwork culture. Okay, അയാൾ എന്ത് ചെയ്യണം, ടീം വർക്കിൻ്റെ കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആളായിരിക്കണം. Okay, then person should have a good communication skill and collaboration between teams. ഓക്കെ, എന്തായിരിക്കണം, ആ ആൾക്ക് എന്ത് ചെയ്യണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. ദെൻ കൊളാബറേഷൻ ബിറ്റ്വീൻ ടീംസ് മീൻ നമ്മൾ അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് വർക്കാണ് ചെയ്യുന്നത്, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള പ്രോപ്പർ ഇൻഫർമേഷൻ, പ്രോപ്പർ ഡീറ്റെയിൽസ് അയാൾക്ക് എന്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ആ ഇൻഫർമേഷൻ അയാൾ എന്ത് ചെയ്യണം, ബോത്ത് ടീമിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പീപ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, സ്കിൽഡ് പേഴ്സണെയാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ മൾട്ടി ഡിസിപ്ലിനറി ജോബാണ്. സോ അതിനനുസരിച്ച് വേണം പീപ്പിളെ സെലക്ട് ചെയ്യാൻ. ആ പീപ്പിൾ സെലക്ട് ചെയ്യുന്ന പീപ്പിൾ എന്തായിരിക്കണം, ടീം വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എഗെയിൻ എന്താണ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് കൊളാബറേഷൻ സ്കിൽ വേണം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് ഈസ് യൂസ് ടു ഷെയർ ദ ഇൻഫർമേഷൻ ഫ്രം വൺ ടു അനദർ ആണ്. കൊളാബറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, രണ്ടും സെപ്പറേറ്റ് ടീംസ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് ടീംസ് ആയതുകൊണ്ട് രണ്ട് ടീംസിലുള്ള ഐഡിയാസ് അവൻ എന്ത് ചെയ്യണം, രണ്ട് ടീംസിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. Okay, then final one is process. Okay, process is nothing, it is used to series of product development steps. Okay, a process is a series of product development steps that need to happen achieve the goal. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സീരീസ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോസസ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോസസ്സിനെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഓക്കെ, പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ക്യാൻ ബി പ്രോജക്ട് പ്ലാനിങ് സ്റ്റേജസ്, മൈൽ സ്റ്റോൺ മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ്, then product development key stages, information sharing workflow. Just people are ineffective without process in place to support their task and decisions. ഓക്കെ, ഇങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോസസ്സ് ഒരു സ്റ്റോപ്പ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും, പ്രോസസ്സിൽ ആ പ്രൊജക്റ്റ് പ്ലാനിങ് സ്റ്റേജസ് വേണം. ഓക്കെ, ദെൻ മൈൽ സ്റ്റോൺ ഓഫ് മാനേജ്മെൻറ്റ്. മൈൽ സ്റ്റോൺ ഓഫ് മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ദെൻ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ദെൻ പ്രോബ്ലം ഡെവലപ്മെൻറ്റ് കീ സ്റ്റേജസ്, എങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതിനുള്ള കീ സ്റ്റേജസ്. പിന്നെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ആരുടെ കൂടെയാണ് ഷെയർ ചെയ്യേണ്ടത്, നമ്മളുടെ താഴെയുള്ള എംപ്ലോയീസിൻ്റെ കൂടെയാണ്. ഓക്കെ, ദെൻ ഫൈനൽ വൺ ഈസ് ടെക്നോളജി. ഓക്കെ, ടെക്നോളജി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ്, ഒരു ഡേറ്റ എൻട്രി ആണ് വിചാരിക്കുന്നത് വെച്ചു, നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജീസ് അവർക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഭിനവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ എഡിറ്റിങ്ങിനാണ് വെച്ചിട്ടുള്ളത്, ഒരു എഡിറ്റിംഗ് കമ്പനിയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, അഭിനവ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, ലേറ്റസ്റ്റ്
ടൂൾസ് ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കണം, അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എംപ്ലോയീസിന്. മനസ്സിലായോ? ലേറ്റസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ എന്താണോ ലേറ്റസ്റ്റ് ടൂൾസ് ഒക്കെ അവൈലബിൾ, ആ ലേറ്റസ്റ്റ് ടൂൾസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ എന്ത് പറയുക, ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? So technology means for concurrent engineering to be successful, the effective introduction of tools and techniques and technologies to aid of smooth integration of peoples and process is vital. ഓക്കെ. സോ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ എന്താണോ ലേറ്റസ്റ്റ് ടൂൾസ് അത് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിനും കമ്പനീസിനും കൊടുക്കണം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ടൂൾസ് ആൻഡ് ടെക്നോളജീസ് ദാറ്റ് സൂട്ട് ദ കമ്പനി സൈസ്, നമ്പർ ഓഫ് ടീം മെമ്പേഴ്സ്, പ്രോസസ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് പ്രൊഡക്റ്റ് ടൈപ്പ്. Okay, then identify training needs and training people to use the tools and technologies identified. ഓക്കെ, എഗൈൻ അത് എന്ത് ചെയ്ത് കൊടുക്കണം, ആ ടൂൾസിനെ കുറിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? കൺകറന്റ് എഞ്ചിനീയറിംഗിലുള്ള 3 ക്രൂഷ്യൽ ടേംസ് എന്തൊക്കെയാണ്? പീപ്പിൾ, പ്രോസസ് ആൻഡ് ടെക്നോളജി, അല്ലേ? പീപ്പിളിന് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു സെലക്ട് പ്രോപ്പർ സ്കിൽഡ് പേഴ്സൺ. ഓക്കെ, പ്രോസസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ഷെയർ ദ പ്രോസസ് ഇൻഫർമേഷൻ. എന്താണ് പ്രോബ്ലം ബേസ്ഡ് ടെക്നോളജീസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, അവരിൽ കൂടി ഷെയർ ചെയ്യണം. ടെക്നോളജീസിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എംപ്ലോയീസിന് എന്ത് കൊടുക്കണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണോ അവൈലബിൾസ്, അഗൈൻ ടെക്നോളജീസ് എന്തൊക്കെയാണ്, അതിനൊക്കെ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, ഇതൊക്കെ എന്ത് കൊടുക്കണം, അവർക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആയാലും നമുക്ക് എന്ത് കിട്ടുക, പ്രോപ്പർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു സിംഗിൾ ടോപ്പിക്കേ ഉള്ളൂ, അതൊരു സിംഗിൾ സ്ലൈഡാണ്, ഇനി തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ആക്കാം. അതോടെ എന്താവും, 4th മോഡ്യൂൾ കംപ്ലീറ്റ് ആകും.